എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന് ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും, അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്ക് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്നൊരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ്. അപ്പം നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പം ജസ്ന സലീം എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമ്മൽ ഇതാക്കുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പം ഞാൻ ഏതായാലും ജയിലിലൊന്നും പോയിട്ടില്ല, ഞാൻ ഒളിവിലും പോയിട്ടില്ല. ഇന്നലെ തൊട്ടിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ്. അത് കുറച്ച് ദിവസങ്ങൾക്കൂട് കഴിഞ്ഞാൽ ഞാനത് വെളിപ്പെടുത്താം എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പം ദൈവം എന്നെ പരീക്ഷിച്ചതാണോ ദൈവം എന്നെ അനുഗ്രഹിച്ചതാണോ എന്നുള്ളത് ഡീറ്റെയിലൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് കുറച്ച് ലെവളുമാരോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം എന്നെക്കുറിച്ച് എൻ്റെ പച്ചരിച്ച് തിന്നുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്കിപ്പോൾ വേറെ വഴിയില്ല. പിന്നെ അതേപോലെ ഒരു മൊയന്തൻ്റെ വോയിസ് ഞാൻ കേട്ടു. ഞാൻ പള്ളിക്കമ്മിറ്റിയിൽ നിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും, പള്ളിക്കമ്മിറ്റി അങ്ങനെയാണ് പോലും ഇങ്ങനെയാണ് പോലും. എടാ മൊയന്തേ, ഞാൻ എന്നാടാ നിൻ്റെ പള്ളിക്കമ്മിറ്റിയിൽ ഇതിൽ വന്നത്? എൻ്റെ മഹൽ എവിടെയാണ് മൊയന്തേ? എൻ്റെ മഹൽ വരുന്നത് മാവിൻതോട്ടിലാണ്. എന്ന് വെച്ചാൽ ITA പള്ളിയിലാണ് എൻ്റെ മഹൽ വരുന്നത്, അല്ലാതെ കുറുവങ്ങാട് പള്ളിയിലല്ല കേട്ടാ. അപ്പോൾ ഓന് കുറച്ച് ആളാവാം, ഓന് എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും. അത് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരികയും ചെയ്യും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇപ്പം ഞാനൊരു തെറ്റുകാരിയാണ്, ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ്. അപ്പോൾ ഞാൻ എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക. അപ്പോൾ എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എവിടെയും മതസ്പർദ്ധ ഉണ്ടാക്കാനും പോയിട്ടില്ല. എല്ലാ മതത്തെയും ഒരുപോലെ ബഹുമാനിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പം നമ്മളെ എല്ലാ രീതിയിലും തരം താഴ്ത്തണം, അല്ലെ നമ്മളെ ഇതാക്കണം എന്ന് കരുതിയ കുറച്ച് ആൾക്കാർ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അതിൽ എനിക്കിപ്പം ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഒളിവിലും പോയിട്ടില്ല, ഞാൻ ഏതായാലും ജയിലിലും ആയിട്ടില്ല. ഇനിയിപ്പം നാളെ ജയിലിലാവുമോ എന്നുള്ളത് അത് തമ്പുരാനെ അറിയുള്ളൂ. ജയിലിൽ കിടക്കാൻ യോഗ ഉണ്ടെങ്കിൽ ജയിലിൽ കിടക്കുക തന്നെ ചെയ്യും. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തോന്നി എന്താണെന്നറിയോ, 40ഓളം കേസുള്ള ആൾക്കാർക്ക് എൻ്റെ പേരിൽ വന്ന ഒരൊറ്റ കേസ്, എന്താ പറയുക, പെരുന്നാളിൻ്റെ സന്തോഷം. 40ഓളം കേസുള്ള ആൾക്ക് കഷ്ടം തന്നെ. അപ്പോൾ എനിക്ക് വന്ന പ്രശ്നങ്ങളൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് നേരിടാനും അറിയാം. അതുകൊണ്ട് എനിക്ക് ഒളിവ് പോകണ്ട. ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ, ജയിലിൽ കിടക്കാനാണ് യോഗമെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കും. അതിപ്പോൾ നമുക്ക് ആർക്കും നമ്മുടെ തലവര മാറ്റാൻ പറ്റൂല. എനിക്കിപ്പം ജയിലിൽ കയറാനോ ജയിലിൽ കിടക്കാനോ യോഗ ഉണ്ടെങ്കിൽ അത് കിടക്കുക തന്നെ ചെയ്യണം. അത് ഏത് രീതിയിൽ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ആരെ കൊന്നിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ഒന്ന് പറയുമോ? ഞാൻ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ കൊലപാതകികളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ മാന്യന്മാരായിട്ട് ജീവിക്കുന്നത്. ഞാൻ ആരെയും കൊല്ലാനൊന്നും പോയിട്ടില്ലല്ലോ, ഞാൻ ആരെയും പിടിച്ചു പറിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കാണുന്ന തെറ്റെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് തന്നെ ആയാലും ഞാൻ ഒളിവിലും പോയിട്ടില്ല, ഞാൻ ജയിലിലും ആയിട്ടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ.